ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി ആരംഭിക്കുകയാണ്. അടുത്തൊരു മണിക്കൂർ നേരം ജനങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ധർമ്മസങ്കടങ്ങളും മാത്രമായിരിക്കും ഈ പരിപാടിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സന്ദേശങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് ഈ പരിപാടിയുടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയക്കാം. 6235968937. ഈ നമ്പർ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തത്സമയം പ്രതികരിക്കാനുള്ള ലാൻഡ് ലൈൻ നമ്പറുണ്ട്. 0484283050. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ ഡയറക്റ്റ് നമ്പറാണ്. ആ നമ്പർ വഴി നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം. അതുകൂടാതെ നിങ്ങൾക്ക് 24 വാർത്താ ചാനൽ തീർച്ചയായിട്ടും യൂട്യൂബ് ലോഗിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കാം. അപ്പോൾ സന്ദേശങ്ങളും വിളികളും ഒക്കെയായി നമ്മൾ അടുത്ത ഒരു മണിക്കൂർ നേരം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ച് മുന്നോട്ട് പോകും. പ്രതികരണ വേദി തുടരുന്നു. ഇപ്പോൾ ഒരു വാർത്ത സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇടുക്കി സ്വദേശിയായ CPO ആണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പോലീസ് സ്റ്റേഷനിലെ മുറിയിലായിരുന്നു ആത്മഹത്യാ ശ്രമം. കയറി നിന്ന ബെഞ്ചിൻ്റെ കാലൊടിഞ്ഞ് അദ്ദേഹം നിലത്ത് വീണു. ശബ്ദം കേട്ടോടിയെത്തിയ മറ്റു പോലീസുകാരാണ് ആത്മഹത്യാ ശ്രമം കണ്ടെത്തിയത്. ഇടുക്കിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് സ്ഥലം മാറ്റിയതാണ് പ്രകോപനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ കാര്യം പയ്യന്നൂർ പോലീസ് നിഷേധിച്ചുവെന്നും സജോ ദേവസ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അരി തമിഴ്നാട്ടിൽ നിന്ന് വരും. ഇവിടെ കൃഷി ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ലെന്നേ പണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ്. അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ പച്ചക്കറി ചന്തയിലെ വിലവിവര പട്ടിക ഒന്ന് നോക്കിക്കോളൂ. വില കുത്തനെ ഉയരുന്നത് നമുക്ക് കാണാം. തക്കാളി വില പിടിവിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയൽ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്നത് വലിയ കുറവായിരിക്കുന്നു. കുടുംബ ബജറ്റിനെ ആകെ കീഴ്മേൽ മറിച്ചു, താളം തെറ്റിച്ചു. ദേ പോയി. പച്ചക്കറിക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ വിലക്കയറ്റം ജനജീവിതത്തെ താളം തെറ്റിക്കുകയാണ്. പലയിടങ്ങളിലും തക്കാളിയുടെ വില 100 കടന്നിട്ടുണ്ട്. മറ്റ് പച്ചക്കറികളുടെ വിലയും ഓരോ ദിവസം കഴിയും തോറും ഉയരുകയാണ്. വിലക്കയറ്റം നിയന്ത്രിച്ചില്ല എങ്കിൽ ജനങ്ങൾ പൊറുതിമുട്ടും. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറിക്ക്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില കുത്തനെ ഉയരുന്നത്. തക്കാളിയുടെ വിലയിലാണ് വൻ വർധന. എറണാകുളം ജില്ലയിൽ തക്കാളിക്ക് വില 100 രൂപയായി. തിരുവനന്തപുരത്ത് ഒരാഴ്ച മുൻപ് 60 രൂപയായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 80 രൂപയാണ്. കോഴിക്കോട് ജില്ലയിൽ വില 82 രൂപ. അയൽ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായതോടെ തക്കാളിയുടെ വരവ് കുറഞ്ഞെന്നും ഇതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു. അല്ലെങ്കിൽ തക്കാളി 2 ദിവസം മഴ പെയ്യാൻ അഴി പോകും. സാധനമുണ്ട്, അതിപ്പോൾ കുറവ്. 10 ലോഡ് എടുത്ത് 5 ലോഡ് വരും. അമിതമായ മഴ പെയ്തത് കൊണ്ടാണ് തക്കാളിയുടെ വില കൂടി നിൽക്കുന്നത്. തക്കാളിക്ക് മാത്രമല്ല മറ്റ് പച്ചക്കറികൾക്കും ദിനം പ്രതി വില ഉയരുകയാണ്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ മുരിങ്ങയുടെ വില 200ആയി. പലയിടങ്ങളിലും ഇഞ്ചിക്ക് വില 240 രൂപയായി. ബീൻസിനും നൽകണം 1 കിലോയ്ക്ക് 130. 25 രൂപയുണ്ടായിരുന്ന വഴുതനങ്ങ 40-ലെത്തി. 15 രൂപയായിരുന്ന പടവലത്തിൻ്റെ വില 25ആയി ഉയർന്നു. 40 രൂപയായിരുന്ന കൈതച്ചക്ക 60-ലെത്തി. നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്ന കച്ചവടം, അവർക്ക് കൃഷി ഇറക്കിയാലല്ലേ അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മഴയത്ത് കണ്ടില്ലേ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും വില കൂടുതൽ. പണ്ടൊക്കെ നമ്മൾ 200-300 രൂപയൊക്കെ കൊടുത്ത സാധനത്തിന് ഇപ്പം 1000 രൂപയുണ്ട് ഒരു വീട് കഴിയാന്നുള്ളതേ ഉള്ളൂ. പച്ചക്കറി വിട്ട് ഇറച്ചിയോ മീനോ വാങ്ങാമെന്ന് കരുതിയാലും അവിടെയും വിലക്കയറ്റം രൂക്ഷമാണ്. മത്തിക്ക് 400 മുതൽ 500 വരെ കിലോയ്ക്ക് നൽകേണ്ടി വരും. കൂടാതെ മത്സ്യലഭ്യതയും കുറവാണ്. കോഴിയിറച്ചിക്കും വലിയ വില നൽകേണ്ടി വരും. പച്ചക്കറിക്ക് കൂടി വില ഉയരുന്നത് താങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് സാധാരണക്കാർ. ഇറച്ചിക്കും മീനിനും വില ഉയർന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നതിനിടെയാണ് പച്ചക്കറിക്കും ഇപ്പോൾ ദിവസം തോറും വില ഉയരുന്നത്. സർക്കാരും ഹോർട്ടികോർപ്പും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടും. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മാത്യു വേസിൻ്റെ ഒരു ഉപദേശം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഈ തക്കാളി കഴിച്ചില്ലെങ്കിൽ ചത്തുപോകത്തില്ല സുഹൃത്തെ. അത് ശരിയാ. നിലതെറ്റിക്കുന്ന വിലക്കയറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനം വല്ലാത്ത ആശങ്കയിലായിരിക്കുന്നു. തീൻമേശയിലെ വിഭവങ്ങൾക്കെല്ലാം തൊട്ടാൽ പൊല്ലുന്ന വിലയെന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. ജനങ്ങൾ നിശ്ചിതമായി പ്രതികരിക്കുകയാണ് ഈ അവസ്ഥയെക്കുറിച്ച്. സാധാരണക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഈ പച്ചക്കറിക്കും എല്ലാം വില കൂടുതലല്ലേ, പ്രശ്നമാണ്. ജനജീവിതത്തെ എല്ലാ സാധനത്തിനും വില കൂടുമ്പം
ബുദ്ധിമുട്ടാകുമല്ലോ. സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. മലക്കറിക്കൊക്കെ വില കൂടുമ്പോഴത്തേക്കും നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതിനേക്കാളും ഭയങ്കര വിലയാണ്. എല്ലാ സാധനവും വില കൂടുതൽ തന്നെ. എന്നിട്ട് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റൂല ഇപ്പം മലക്കറിയൊന്നും. നമ്മളെപ്പോലെ പാവങ്ങൾക്ക് ജീവിക്കാൻ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ പറ്റൂല. ഭയങ്കര വില. പാവങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഇപ്പം ബുദ്ധിമുട്ട്. എല്ലാത്തിനും വില തന്നെ. വില കയറി കിടക്കുകയാണ്. ഒന്നും വാങ്ങിച്ച് നമുക്ക് കഴിക്കണ്ട. എന്നുവെച്ചാൽ ഇങ്ങനെ വില കയറിയാൽ നമ്മൾ എന്തിനു ചെയ്യും? ഇപ്പം 100 രൂപയ്ക്കൊക്കെ പച്ചക്കറി മേടിച്ചാൽ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ വരുന്നുള്ളൂ. കൂട്ടുകുടുംബമായിട്ടൊക്കെ ഉള്ളവർക്ക് വളരെ കഷ്ടകരമാണ്. 70 രൂപയുടെ പച്ചക്കറിയൊക്കെ ഇപ്പം 100 രൂപയാണ് അവിടെയൊക്കെ. സംഗതി അവിടെ തമിഴ്നാട്ടിൽ വന്നെങ്കിൽ ഇവിടെ മലക്കറി സാധനമൊന്നും ഇല്ല. ആ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. മാർക്കറ്റ് ദയനീയമാണ്. മാർക്കറ്റിൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നില്ല, മാർക്കറ്റിലേക്ക് വന്നില്ല ജനങ്ങൾ മേടിക്കാൻ വേണ്ടി. കാരണം വിലക്കയറ്റം സാധാരണ ജനങ്ങൾക്ക് പണിയില്ല. പണിയുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വരുള്ളൂ. ഉപയോഗ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ നല്ല വിലയാണ് എല്ലാത്തിനും. അപ്പം ചുരുക്കി ചിലവാക്കാൻ വേണ്ടി ഭാര്യമാരോട് പറയും, പക്ഷെ അവരത് ശീലിക്കുന്നില്ല. ഇവിടെ 800 രൂപ 900 രൂപ കൂലി ഇട്ടുന്നവന് വീട്ടിൽ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 1 കിലോ മത്തിക്ക് 300 രൂപ ഇവിടെ നിലവാരം. പച്ചക്കറിക്ക് വെച്ചാൽ അതിനെക്കാട്ടിയും വലിയ വില. തീ പിടിച്ച വിലയാണ് എല്ലാ സാധനത്തിനും. നമ്മൾ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് തൊഴിൽ കുറവായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ട് എല്ലാവരും ഞെരുക്കത്തിലാണ്. വിലക്കയറ്റമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പകുതി വാങ്ങിച്ചുള്ളൂ. കഴിഞ്ഞ തവണ 5 തവണ വന്നെങ്കിൽ ഇത്തവണ 2 തവണ ഉണ്ടാവുള്ളൂ. ഗോപാലകൃഷ്ണൻ ജി കെ എന്ന് പ്രേക്ഷകൻ എഴുതുന്നു, പച്ചക്കറിക്ക് വില കൂടി ശരിയാണ്, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന കർഷകന് കിട്ടുന്ന വിളമാണെങ്കിൽ അവിടെ ഒന്നും കിട്ടുന്നില്ല, അവർക്കൊന്നും കൂടുന്നില്ല, അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നു. ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കാര്യം അറിയാമല്ലോ. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മാർക്കറ്റിലാണ് ഈ ചോദ്യപേപ്പർ വിറ്റഴിഞ്ഞത്. ഇതിൻ്റെ മുഖ്യപ്രതി സഞ്ജീവ് മുഖ്യയ്ക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. 2010 മുതൽ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയാണ് ഈ സഞ്ജീവ് മുഖ്യ. അടുത്തിടെ നടന്ന ബീഹാർ PSC പരീക്ഷ പേപ്പർ ചോർച്ചയിലും ഈ സഞ്ജീവും സംഘവും പ്രവർത്തിച്ചിരുന്നു. ഏതൊക്കെ ചോദ്യപേപ്പർ ഒരു ചോർത്തിയെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു 4 മിനിറ്റും. 52 പേരുടെ മരണത്തിനിടയാക്കിയ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് അവിടം സന്ദർശിച്ച് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു. ദുരന്തം നടന്ന കരുണാപുരത്താണ് അറസ്റ്റിലായ ഗോവിന്ദരാജും സംഘവും കള്ളവാറ്റും വിൽപ്പനയും ഇത്രയും കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു വസ്തുത നമ്മുടെ വാർത്താ സംഘം കണ്ടത്, കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രം അകലെയാണ് ഈ വ്യാജ ചാരായ നിർമ്മാണ കേന്ദ്രം അവർ നടത്തിക്കൊണ്ടിരുന്നത്. കള്ളക്കുറിച്ചിക്ക് സമാനമായി വ്യാജ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും ഇപ്പോഴും സജീവമാണ് എന്നാണ് പറയുന്നത്. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ ഈ കള്ളക്കുറിച്ചിയിൽ നടന്നിട്ടുള്ളത്. 50-ലേറെ പേർ മരിക്കുകയും അതിലേറെ പേർ അനാഥരാവുകയും ചെയ്തു. പൂർണ്ണ ഉത്തരവാദികൾ ഭരണ സംവിധാനം മാത്രമാണ്. കള്ളക്കുറിച്ചിയിൽ 50-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗോവിന്ദരാജിൻ്റെയും സംഘത്തിൻ്റെയും വാറ്റ് കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഇന്ന് പോയി. ഏതെങ്കിലും കാട്ടിലോ മലയിലോ അല്ല അതുള്ളത്. ദുരന്തം നടന്ന കരുണാപുരം കോളനിക്കുള്ളിൽ ചുറ്റും നിറയെ വീടുകളുള്ള സ്ഥലത്താണ് പരസ്യവാറ്റും വിൽപ്പനയും. അതും കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 300 മീറ്റർ മാത്രം അകലെ. വ്യാജവാറ്റ് കേന്ദ്രത്തെപ്പറ്റി പോലീസിനറിയാം. പക്ഷേ മാസാമാസം പടിവാങ്ങി ഒന്നും കണ്ടില്ലെന്ന് നടിക്കും. പരാതിയും പ്രതിഷേധവും ശക്തമായപ്പോൾ മുൻപ് ചില്ലറ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരമാവധി 2-3 ദിവസം അകത്തു കിടന്ന ശേഷം സംഘം വീണ്ടുമെത്തി ഇതേ പണി തുടരും. സർക്കാർ മദ്യശാലയിൽ വില കൂട്ടിയതിനാൽ ഗോവിന്ദരാജിന്റെ വ്യാജമദ്യത്തിന് ഡിമാൻഡ് ഏറെയാണ്. 50-60 രൂപ കൊടുത്താൽ സാധനം ലഭിക്കും. കടം പറഞ്ഞാലും കേൾക്കും. ശക്തമായ രാഷ്ട്രീയ പിന്തുണ ഈ മാഫിയ സംഘത്തിനുണ്ട്. ஜென்ரேஷன் அவங்க வித்துட்டு தான் இருக்கிறாங்க. ஃபர்ஸ்ட் அவங்க அப்பா வித்தாங்க, இப்போ அவங்க விற்கிறாங்க.
இது இன்னைக்கு நேற்று நடக்கல, இது வருஷ கணக்கில் அவங்கவுங்க வாங்கி வித்துக்கிட்டு தான் இருக்கிறாங்க, இவங்க வாங்கி குடிச்சிட்டு தான் இருக்கிறாங்க. இதை வந்து போலீஸ்காரங்களும் பாக்குறாங்க, வந்து பாக்குறாங்க, அவங்க காசு வாங்குறாங்க, வாங்கிட்டு வந்த வழியா பார்த்துட்டு പോയിട്ടാங்க. ഇനി ഇത് കള്ളക്കുറിച്ചിയിലെ മാത്രം കാര്യമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. തമിഴ്നാട്ടിലാകമാനം ഇത്തരത്തിൽ വ്യാജച്ചാരായ വിൽപ്പന വ്യാപകമായി നടക്കുന്നുണ്ട്. കൊടും ക്രിമിനലുകൾ നേതൃത്വം നൽകുന്ന ലോബിക്കെതിരെ ശബ്ദിക്കാൻ പൊതുജനത്തിന് ഭയമാണ്. പരിഷ്കൃത സമൂഹത്തെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ പലയിടത്തും കാണാനാകുക. പലയിടത്തും ഇട്ട് വാറ്റുന്ന ചാരായം ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി പരസ്യമായി വിതരണം ചെയ്യുകയാണ്. സാധാരണ തൊഴിലാളികളെയാണ് ഈ മാഫിയ ലക്ഷ്യം വെക്കുന്നത്. പരസ്യ വിൽപ്പനയുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും അധികൃതർ അറിഞ്ഞ മട്ടില്ല. കൊടും ക്രിമിനലുകളാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത്. കള്ളക്കുറിച്ചി മദ്യദുരന്ത കേസിൽ ഇന്ന് അറസ്റ്റിലായ മുഖ്യപ്രതികളായ ചിന്നദുരയും മാതേഷും ആ ഗണത്തിൽപ്പെടും. ഏകദേശം 100-നടുത്ത് വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണ്. മാതേഷാകട്ടെ നേരത്തെ എക്യാർകുപ്പം വിഷമദ്യ കേസിൽ അറസ്റ്റിലായിരുന്നു. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചും കമ്മീഷനെ വെച്ചും തൊലിപ്പുറത്തെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാലിൻ സർക്കാർ. പക്ഷേ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കാതെ ഇതിവിടെ തീരില്ല. ഇനിയും കള്ളക്കുറിച്ചികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇതുവരെ 52 ആളുകളാണ് മരിച്ചത്. ഇനിയും വളരെ ഗുരുതരമായി ചികിത്സയിൽ തുടരുന്ന ആളുകൾ കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷമദ്യ ദുരന്തത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു എന്നറിയുന്നു. പിന്നാലെ മദ്രാസ് ഹൈക്കോടതിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങളും വന്നു. ഈ ഇടപെടലുകളൊക്കെ വ്യാജമദ്യത്തിൻ്റെ ഒഴുക്ക് തടയുമോ എന്നാണ് ഇനി നമുക്കറിയാനുള്ളത്. കള്ളക്കുറിച്ചിയിലെ കരുണാപുരത്ത് നിന്ന് എസ് ശ്രീകാന്ത് തത്സമയം ഈ പരിപാടിയിൽ ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഉള്ള മദ്യം വിതരണം ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം വന്നതിന് ശേഷമൊക്കെ ഒരു പോലീസിൻ്റെ സജീവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്കവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കരുണാപുരത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് മുതൽ ഇതുവരെയും നമുക്കിവിടെ നിന്നും മാറാൻ പോലും സമയം കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ തുടർച്ചയായി മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 52 പേരാണ് ഇതുവരെ ഇവിടെ മരിച്ചത്. ഇനി ഒരു 4 മൃതദേഹം കൂടി ഇവിടേക്ക് എത്താനുണ്ട്. അത് ആ മൃതദേഹം കൂടി എത്തി അതിപ്പോൾ ഈ കള്ളക്കുറിച്ചിയിലെ ശ്മശാനത്തിൽ, പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. അതിന് അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവിടെ കാത്തിരിപ്പാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് വേണം വിട്ടു നൽകാൻ. അത്തരത്തിൽ ഓരോ ദിവസവും ഓരോ വീടുകൾക്കും മുന്നിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അലമുറയിട്ടുള്ള കരച്ചിലുകൾ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചേർത്ത് പറയാനുള്ളത്, ഈ സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ വ്യാജ മദ്യം സുലഭമാണ്. ഇത്തരത്തിൽ വിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു. പോലീസ് ഈ കള്ളക്കുറിച്ചി ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അറസ്റ്റ് നടക്കുന്നുണ്ട്, കരുതൽ തടങ്കൽ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ തൊലിപ്പുറത്തെ ചികിത്സയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുൻപും സമാന സംഭവം ഉണ്ടായപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ വ്യാജവാറ്റും ഇത്തരം വിൽപ്പനയും ഇവിടെ തുടരുന്നതാണ് കാണാൻ സാധിച്ചത്. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ ഈ കള്ളക്കുറിച്ചി തന്നെയാണ്. കാരണം ഇവിടെ ഈ വാറ്റും വിൽപ്പനയും നടക്കുന്നത് ഈ ഏതെങ്കിലും പുറത്ത് മലയടിവാരത്തിലോ കാട്ടിലോ ഒന്നുമല്ല. കാരണം 100 കണക്കിന് വീടുകളുള്ള ഈ കോളനിക്കകത്ത്, ഈ തെരുവിനകത്ത് തന്നെയാണ് ഷെഡ് കെട്ടി ഈ വാറ്റും വിൽപ്പനയും നടക്കുന്നത്. 300 മീറ്റർ മാറിയാൽ പോലീസ് സ്റ്റേഷനുമുണ്ട്. അവരറിയാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ നിർബാധം അത് തുടരുകയും ചെയ്യുന്നു. ഭരണത്തണൽ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടം. 2 കൊടും ക്രിമിനലുകളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് പറയാതിരിക്കാനാകില്ല. ചിന്നദുരൈ 100-നടുത്ത് കേസുകളിലെ വ്യാജമദ്യ കേസുകളിലെ പ്രതിയാണ്. മറ്റൊരാൾ മാതേഷ്, അയാൾ മുൻപൊരു മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നിട്ടുള്ളയാളാണ്. ഗുണ്ട ആക്ട് ചുമത്തപ്പെട്ടിട്ടുള്ളയാളാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഇതിന് കളത്തിലിറങ്ങി നേതൃത്വം നൽകുന്നത് എന്നുള്ളതും പൊതുജനത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ തന്നെ ഭയം തോന്നുന്നുണ്ട്. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ ശ്രീകാന്ത്, സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രീകാന്തിനും നമ്മുടെ വാർത്താ സംഘത്തിനും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ, ഈ കരുണാപുരത്തോ അതല്ലെങ്കിൽ ഈ കള്ളക്കുറിച്ചിയിലോ?
എസ്കേൻ, ഇവിടെ പല സ്ഥലത്തേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയില്ല. കാരണം ഇതൊരു തെരുവ് പോലെയാണ്. ഈ ഒരു റോഡ് കാണും, അതിന് ഇരുവശത്തും വീടുകളായിരിക്കും. പുറത്തുനിന്നും ആളുകൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും രൂക്ഷമായ നോട്ടങ്ങളും പല സ്ഥലത്തേക്കും കടന്നു ചെല്ലുന്നത് തടയുന്ന സാഹചര്യവും ഉണ്ടാകും. ഇന്ന് രാവിലെ ഈ പറഞ്ഞ വ്യാജ വാറ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ പലതരത്തിലും നമുക്കവിടെ നമ്മളെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ, പോലീസ് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ അവിടേക്ക് എത്തപ്പെട്ടത്, നമുക്ക് അവിടെ പോകാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ ഇത്തരം ഈ വ്യാജവാറ്റ് സംഘങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടി സഹായം നമുക്ക് കിട്ടി. അങ്ങനെയാണ് അകത്തേക്ക് കയറാൻ പറ്റിയത്. പല സ്ഥലത്തേക്കും നമുക്ക് പോകാൻ കഴിയില്ല. അവിടേക്ക് ഈ പൊതുജനങ്ങൾക്ക് പോയി, ഇവിടെ താമസക്കാർക്ക് പോലും ഭയമാണ് പല സ്ഥലത്തേക്കും കടന്നു ചെല്ലാൻ. അത് ഈ ക്രിമിനലുകളെ പേടിച്ചാണ്. ഈ കൊടും ക്രിമിനലുകൾ ആലോചിക്കണം, 100 കേസിനടുത്ത് പ്രതി ആയിട്ടുള്ള ഒരാളാണ് ഇതിന് എത്തനോൾ എത്തിച്ചു നൽകുന്നത്. ഒരുത്തൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ എത്തനോൾ വാങ്ങി നൽകുന്നു. അവൻ മുൻപൊരു വ്യാജമദ്യ ദുരന്ത കേസിലെ പ്രതി കൂടിയാണ്, ജയിലിൽ നിന്നും അടുത്തിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ളവർ നേതൃത്വം നൽകുമ്പോൾ പൊതുജനങ്ങൾ ഭയപ്പെടുന്നതിൽ യാതൊന്നും പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇപ്പോൾ മാത്രം നമുക്കൊരു അല്പം സ്വാതന്ത്ര്യത്തോടെ പല സ്ഥലങ്ങളിലും കയറാം, റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു മൊമെന്റം കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടൊരു വരവോ റിപ്പോർട്ടിങ്ങോ നടക്കില്ല. ഈ ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിൽ തന്നെയാകും ഈ പ്രദേശം. ശ്രീകാന്താണ് കരുണാപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്ത കള്ളക്കുറിച്ചിക്ക് അടുത്തുള്ള സ്ഥലമാണ് കരുണാപുരം. അവിടെ 52 ആളുകളാണ് ഇതുവരെ മരിച്ചതെന്നാണ് റിപ്പോർട്ട്. കുറച്ചധികം ആളുകൾ കള്ളക്കുറിച്ചിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയാണ്. ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ രൂപം നൽകിയ പദ്ധതിയാണ് ആർദ്രം. എന്നാൽ സർക്കാരിൻ്റെ അഭിമാന പദ്ധതി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് എന്ന് റിപ്പോർട്ട് വരുന്നു. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സോ മറ്റ് ജീവനക്കാരോ ഇപ്പോഴില്ല എന്ന് പറയുന്നു. അതുതന്നെ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി. ആവശ്യം വേണ്ടുന്ന ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ തദ്ദേശ വകുപ്പ് പിന്മാറിയതും പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോയുടെ കണ്ടെത്തൽ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ആർദ്രം പദ്ധതിയിലൂടെ ആദ്യം ചെയ്തത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പ്രവർത്തന സമയം രാവിലെ മുതൽ വൈകിട്ട് വരെയാക്കി. ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുന്നതിൽ തദ്ദേശ വകുപ്പും മുന്നിട്ടിറങ്ങി. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവാണ് പദ്ധതിയെ തകിടം മറിച്ചത്. 2017-ൽ പദ്ധതി ആരംഭിച്ചപ്പോൾ ആരോഗ്യവകുപ്പിന് പുറമെ തദ്ദേശ വകുപ്പ് നിയോഗിക്കുന്ന താൽക്കാലിക ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ സേവനം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ലഭിച്ചിരുന്നു. ദൈനംദിന ചികിത്സയ്ക്ക് പുറമെ ശ്വാസകോശ രോഗങ്ങൾ, വിഷാദം, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള മെഡിക്കൽ ക്യാമ്പുകളും നടത്തിയിരുന്നു. 3 ഡോക്ടർ, 4 സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജീവനക്കാർ 2 പേർ എന്നിങ്ങനെയാണ് ആർദ്രം പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്. ഇതിൽ 1 ഡോക്ടറും 2 നഴ്സും മറ്റു ജീവനക്കാർ ഓരോന്ന് വീതവുമാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ നിയോഗിച്ചു പോന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് തദ്ദേശ വകുപ്പ് ഇറക്കിയ ഉത്തരവാണ് പദ്ധതി നടത്തിപ്പ് താളം തെറ്റിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ഡോക്ടർ, 1 പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിങ്ങനെ മാത്രം നിയോഗിച്ചാൽ മതിയെന്നായിരുന്നു പുതിയ നിർദ്ദേശം. അധിക സ്റ്റാഫിന് നൽകേണ്ട ചുമതല ആരോഗ്യവകുപ്പിനാണെന്നും ഉത്തരവിലുണ്ട്. ഈ ഉത്തരവിന് മുമ്പ് നിയമിതരായവരുടെ കാലാവധി മാർച്ച് ഏപ്രിൽ മാസത്തോടെ കഴിഞ്ഞു. പുതിയ ഉത്തരവ് പ്രകാരമുള്ള നിയമനവും നടക്കാതെയായി. ഇതോടെ ഉച്ചയ്ക്ക് ശേഷവും ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ആർദ്രത്തിനായി ജീവനക്കാരെ നിയമിക്കണമെങ്കിൽ തദ്ദേശ മന്ത്രി അധ്യക്ഷനായ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനമെടുക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതിനായി DMO വഴി തദ്ദേശ സ്ഥാപനങ്ങൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അപേക്ഷ നൽകണം. എല്ലാ മാസവും ചേരുന്ന കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യം അറിയിക്കണം. താഴെത്തട്ടിൽ എടുക്കേണ്ട തീരുമാനം ഇത്രത്തോളം സങ്കീർണമാക്കിയതാണ് പദ്ധതിയെ തകിടം മറിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. സിദ്ധിവേദയുടെ ഒരു യൂട്യൂബ് സന്ദേശം. എൻ്റെ പൊന്നു സാറേ, ജാടയിടാതെ ഒരു ആയി തരൂ, കുട്ടി നോക്കിയിരിക്കുക. ഹായ്. രാജേന്ദ്രൻ വയല പറയുന്നു, ഉപ്പും മുളകിനായി കാത്തിരിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഉപ്പും മുളകും ആരംഭിക്കുകയാണ്. കാത്തിരുന്നുള്ളൂ. നന്നായിട്ടുണ്ട്. ഷൂട്ടിങ്ങൊക്കെ ഇപ്പോൾ വളരെ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നന്നായി വരുന്നുണ്ട്. സന്തോഷം. 3ാമത്തെ സീസണാണ് ഉപ്പും മുളകും. അതുപോലെ നമ്മുടെ ലോകമെമ്പാടും യൂട്യൂബിലൂടെ ഈ ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇതൊരു നല്ല വാർത്തയാണ്.
ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. മരണം പതിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ തീരദേശത്ത്. അന്നത്തെ അന്നത്തിനായി കടലിനോട് പടവെട്ടുന്ന സാധാരണക്കാരൻ്റെ ജീവൻ കവരുന്ന ഒരു ഇടമാണിത്. മുതലപ്പുഴി എന്ന മരണപ്പുഴിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാഴ്ചയിൽ സുന്ദരം, പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ഇന്ന് വല്ലാത്തൊരു ഭീതിയുള്ള സ്ഥലമാണ്. മുതലപ്പുഴിയെ മരണപ്പുഴിയാക്കിയതിൽ മാറി മാറി വന്ന സർക്കാരുകൾക്കും കുറ്റകരമായ അനാസ്ഥയുണ്ട്. പ്രതിഷേധ സ്വരങ്ങൾ പലവട്ടം ഉയർന്നു. പക്ഷേ മുതലപ്പുഴിയിലെ മനുഷ്യരുടെ ജീവന് ഇപ്പോഴും വിലയില്ല. അവഗണന തുടരുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ജില്ലയിലെ തീരപ്രദേശത്തിന്റെ അപകടമുനമ്പായി മാറിയിരിക്കുകയാണ് മുതലപ്പുഴി. നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്ത മരണപ്പുഴി. ജീവനും ജീവിതവും നൽകിയ മുതലപ്പുഴി എങ്ങനെ മരണപ്പുഴിയായി? കഠിനംകുളം കായൽ അറബിക്കടലിനോട് ചേരുന്ന ഇടമാണ് മുതലപ്പുഴി. കാഴ്ചയുടെ വശ്യത ഒരുക്കുന്ന സമ്പത്ത്. പക്ഷെ കടലിനോട് മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുതലപ്പുഴി എന്നതൊരു ഭീതിയാണ്. കൂടെ കടലിൽ വന്നവരുടെ ജീവനെടുത്ത അപകടപ്പുഴി, മരണപ്പുഴി. 2006 പുലിമുട്ട് പൂർത്തിയാക്കിയ ശേഷം 120-ലധികം അപകടങ്ങൾ, 70-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരാകട്ടെ 700-ലധികം. ഈ കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ 2022 5 മരണം, 2023 4 മരണം. ഇക്കൊല്ലം ഇതുവരെ മരണപ്പുഴി കവർന്നത് 3 മത്സ്യത്തൊഴിലാളി ജീവനുകളാണ്. ആശങ്ക ഇനിയും ഈ കണക്ക് ഉയരുമോ എന്നതാണ്. മരണമൊളിപ്പിച്ച് ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകൾ കവർന്ന ജീവനിൽ ഒടുവിലത്തെ ഇര അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. ഇന്നലെ പുലർച്ചെ 1:30 മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും വിക്ടറിനെ കടലെടുത്തു. മണിക്കൂറുകളുടെ ഇടവേളയിൽ അടുത്ത അപകടം. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകും വഴിയാണ് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത്. പുലർച്ചെ 5:30 അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റാലിൻ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം നിസ്സാര പരിക്കുകളോട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സർക്കാർ നൽകിയ ഉറപ്പുകളൊക്കെയും പേപ്പറിൽ ഒതുങ്ങി. പുലിമുട്ടിലെ കല്ലും മണ്ണും മാറ്റും, 22 ലൈഫ് ഗാർഡുകളെ നിയമിക്കും, ആവശ്യത്തിന് സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. പുലിമുട്ടിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടത്തിന്റെ ആക്കം കൂട്ടുന്നുവെന്ന കാലങ്ങളായുള്ള ആരോപണത്തിന് പുല്ലുവിലയാണ് അധികൃതർ കൽപ്പിക്കുന്നതും. മനഃപൂർവ്വം അപകടത്തിലേക്ക് തങ്ങളെ തള്ളിവിടുന്ന നടപടികൾ അധികാരികൾ കൈക്കൊള്ളുന്നുവെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ആക്ഷേപമുണ്ട്. അപകടങ്ങളിൽ അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനും മറൈൻ എൻഫോഴ്സ്മെന്റ് സഹായം കൃത്യമായി കിട്ടാത്തതും അപകടങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. നമുക്ക് ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആളുടെ ജീവനാണ് താല്പര്യം ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ആ ആളിനെങ്കിലും എടുക്കാനുള്ള ഒരു സംഘടന അവർ തയ്യാറെടുത്ത് കടന്നില്ല. പുലിമുട്ടുകൾ സ്ഥാപിച്ച മറ്റു ഹാർബറുകളിൽ തിരയടി കുറഞ്ഞു വരുന്നതാണ് പതിവെങ്കിലും മുതലപ്പുഴിയിൽ അങ്ങനെയല്ല. പൊഴിമുഖത്തേക്ക് അടിച്ചു കയറുന്ന കൂറ്റൻ തിരമാലകളെ കടന്നു വേണം ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് പോകേണ്ടതും മടങ്ങി വരേണ്ടതും. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിക്കുന്നതാകട്ടെ ഈ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കാരണവും. അടിഞ്ഞുകൂടുന്ന മണ്ണ് ശരിയായ രീതിയിൽ ഡ്രഡ്ജ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. ഈ റിപ്പോർട്ട് കൊടുത്തു തന്നെ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇതിനകത്ത് മടുത്തിരിക്കുകയാണ്. സർക്കാർ ഇത് കണ്ടിട്ട് ഇതുവരെ ഒരു അനങ്ങാപ്പാറ നയമാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉള്ള വീതിയിൽ നല്ല ഡ്രഡ്ജിങ് നടത്തി നല്ല ആഴം ഉണ്ടായിരുന്നെങ്കിൽ ഈ വള്ളം മധ്യത്തിൽ കൂടെ വരുന്നാൽ ഒരു അപകടവും ഉണ്ടാകത്തില്ലായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ ഭരണകൂടം നിർവികാരമായി നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന മട്ടിൽ. കണ്ണടച്ച് എത്ര നാളിങ്ങനെ ഇരുട്ടാക്കാൻ പറ്റും? പ്രതിഷേധം കനക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകിയാൽ മാത്രം പോരാ, പരിഹാരം വേണം. ഇനിയൊരു ജീവൻ കൂടി കടലെടുക്കുന്നതിന് മുന്നേ. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഗോപകുമാർ എസ് ചോദിക്കുന്നു, കോളനി എന്ന വാക്ക് നിരോധിച്ചു, എന്നിട്ടും കോളനി എന്ന വാക്ക് 24 ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ പടിയിറങ്ങുന്ന ദിവസമാണ് അങ്ങനെ ഒരു ഉത്തരവ് ഒപ്പുവെച്ചത്. കോളനി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിയറ്റ്നാം കോളനി ഒരു സിനിമയുടെ പേരാണ്. അതുപോലെ IAS കോളനി, IAS താമസിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെ പേരുമായി ബന്ധപ്പെട്ട് കോളനി യഥാർത്ഥ കോളനിയൊന്നും അല്ല അത്.
അപ്പോൾ അങ്ങനെ അർത്ഥം വരുന്ന ഒരു സ്ഥലത്തിന് എന്ത് പേരിട്ട് നമ്മൾ വിളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടി. ഇനി അവരൊക്കെ ഈ പേര് മാറ്റുമോ? ഒരു സിനിമയുടെ പേര് സിദ്ദിഖ് സംവിധാനം ചെയ്ത വിയറ്റ്നാം കൊള്ള പേരിനി മാറ്റാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പേരൊക്കെ നമുക്ക് അതേപോലെ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായിട്ട് മന്ത്രി ഇത് ഇറക്കിയെങ്കിൽ പോലും നമുക്ക് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പ്രക്ഷേപണ കേന്ദ്രം എന്ന നിലയിൽ. അത് കടന്നു ചാടാൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. ആദിവാസി മേഖലയിലെ പുനരധിവാസത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒട്ടനേകം പദ്ധതികളുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നോ സംരക്ഷിക്കപ്പെടുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഉത്തരം കിട്ടാൻ നമ്മൾ ഒരുപാട് സമയം ആലോചിക്കേണ്ടി വരും. ആദിവാസി മേഖലയിലെ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങിയാലും ഇനി നടപ്പായില്ലെങ്കിലും കുഴപ്പമില്ലെന്ന മട്ടാണ് ചില ആളുകൾക്ക്. ഈ സമീപനത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിലെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ. വെറ്റില ചോല നിവാസികൾ പ്രയോജനപ്പെടുത്തിയിരുന്ന ഹാൾ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. പുതുക്കി പണിയണമെന്ന ഇവരുടെ ആവശ്യം ആരും കണ്ടതായിട്ട് നടിക്കുന്നില്ല. രണ്ടായിരത്തി 16-17 കാലഘട്ടത്തിൽ SC/ST കോർപ്പസ് ഫണ്ടിൽ നിന്ന് 47,08,885 രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഹാൾ. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയിരുന്നതും കുട്ടികൾ പഠനമുറിയായി ഉപയോഗിച്ചിരുന്നതും ഈ കമ്മ്യൂണിറ്റി ഹാളായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. പണി പൂർത്തിയാകാത്തതിനാൽ അപകട സാധ്യത നിലനിൽക്കുകയാണിവിടെ. ഈ പ്രദേശവാസികളായിട്ടുള്ള 100ഓളം കുടുംബങ്ങളായിട്ടുള്ള ആദിവാസി മക്കൾക്ക് ഇവിടെ ട്യൂഷനും കാര്യങ്ങളും പഠിക്കുന്നതിന് പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കരാർ വർക്ക് എടുത്തിട്ടുള്ള ആളുകൾ ആര് തന്നെ ആയാലും അവരെ കൂടെ കൂട്ടുനിന്നിട്ടുള്ള സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരാന്ന് വെച്ചാലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം. കെട്ടിടത്തിന്റെ അകത്തേക്ക് വെള്ളമെത്തുമെന്നതിനാൽ ചടങ്ങുകളൊന്നും ഇവിടെ നടത്താൻ കഴിയില്ല. പലകുറി നവീകരണം ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ ഗൗനിക്കുന്നില്ലെന്നാണ് പരാതി. പിന്നോക്ക വിഭാഗക്കാരോടുള്ള അവഗണനയുടെ നേർചിത്രമാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുകയെന്നാണ് ഊരു നിവാസികൾ പറയുന്നത്. മഴക്കാലമാകുന്നതോടെ കെട്ടിടം കൂടുതൽ അപകടത്തിലാകും. ഇതോടെ ആശങ്കയിലാണ് ഊരു നിവാസികൾ. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. അശ്വിനൊരു കാര്യം യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നു. കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികൾ ദൈവങ്ങളെന്നും കാവൽ മാലാഖമാരെന്നൊക്കെ നമ്മൾ പൊക്കി പറഞ്ഞു. എന്നാൽ അവരുടെ ജീവിതം എങ്ങനെയെന്ന് ആരും പിന്നീട് അന്വേഷിക്കുന്നില്ല. അത് പലപ്പോഴും ശരിയാണ്. ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില പോലെ അവരെ കണ്ടുകളയും. എന്താ ചെയ്യുക? യെസ്, പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ പ്രതികരണ വേദി തുടരുകയാണ്. ഇപ്പോൾ VA ഗിരീഷ് തിരുവനന്തപുരത്ത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നിയുക്ത മന്ത്രി OR കേളുവിൻ്റെ സത്യപ്രതിജ്ഞ ഈ മാസം 23-ാം തീയതി, അതായത് ഈ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവൻ്റെ ഓഡിറ്റോറിയത്തിൽ തിരുവനന്തപുരത്ത് നടക്കും. അതുപോലെ നിഷ പറയാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സർക്കാരിനെ കുറ്റം പറയാതെ കുറച്ച് കൃഷി ചെയ്ത് കുറച്ച് പച്ചക്കറി നാട്ടുകാർക്ക് കൊടുത്തുകൂടെ? നല്ലൊരു ഐഡിയ ആണ്. VD സതീശന് താങ്കൾ വിശദമായിട്ട് ഒരു കത്തയക്കൂ, എങ്ങനെയാണ് ഈ പ്രപ്പോസൽ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന്. അതുപോലെ ആശ പറയുന്നത് സ്കൂളുണ്ടോ ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ, പഠിക്കാൻ ഇഷ്ടമുള്ളവർ സ്കൂളിൽ പോവുക, ഇല്ലാത്തവർ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുക. അല്ല പിന്നെ ആശ പിള്ളകളല്ലേ, അവരോട് ടെൻഷനാകാതെ അവർ ചോദിച്ചോട്ടെ. നമുക്ക് ചിലപ്പോഴേ ഏതെങ്കിലും അവർ 10 തവണ ചോദിക്കുമ്പോൾ ഒരു തവണ അവധി കിട്ടിയാലോ അവർക്കൊരു ആശ്വാസമല്ലേ? നമുക്ക് നോക്കാം. പിന്നെ അവധിയെ ഇത്രയും പ്രണയിക്കുന്ന മലയാളികൾ ഇത് ഇന്നല്ല, തലമുറയായിട്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലം, എനിക്ക് മുന്നേ ആളുകൾ പഠിക്കുന്ന കാലം, ഈ അവധിക്ക് വല്ലാത്തൊരു മാധുര്യമാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പ്രതിനിധി സാഹസികമായി ഷൂട്ട് ചെയ്ത ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യ വിൽപ്പന ഇപ്പോഴും കാര്യമായി നടക്കുന്നു, വ്യാപകമായി നടക്കുന്നു എന്നാണ് അവിടം സന്ദർശിച്ച് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി ഈ 2 വീലറുകളിൽ, ഇരുചക്ര വാഹനങ്ങളിൽ വ്യാപകമായി കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുകയാണ്. കള്ളക്കുറിച്ചിയിലെ കരുണാപുരത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിൽപ്പന നടക്കുന്നത്. അവിടെ പ്ലാസ്റ്റിക് കവറിലാണ് ഇത് കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്നതെന്ന് ഇന്ന് രാവിലെ തന്നെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ കടന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ ഇവർ അനുവദിക്കില്ല. കാരണം ഇവരൊക്കെ അവിടുത്തെ വലിയ മാഫിയ സംഘത്തിൻ്റെ പ്രതിനിധികളാണ്, ഇവർക്ക് വലിയ പിൻബലമുണ്ട്. അത് പോലീസും ഒക്കെ തന്നെ ഇവരെ കൂടെ ചേരും. എന്നാൽ 24 പ്രതിനിധിയെ ശ്രീകാന്ത് ധൈര്യസമേതം ഇവിടേക്ക് കടന്നു ചെന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്തതാണ്. കള്ളക്കുറിച്ചി മദ്യദുരന്തം
അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ കരുണാപുരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷെഡിലാണ് ഈ വ്യാജ മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ കന്നക്കുട്ടി, അതോടൊപ്പം ഗോവിന്ദരാജ് ഉൾപ്പെടെയുള്ളവർ, അവർ സഹോദരങ്ങളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഷെഡിൽ ഇത്തരത്തിൽ ഈ വ്യാജ മദ്യം, വിഷം ചേർത്ത മദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കച്ചവടമല്ല. കാരണം ഇവരുടെ തലമുറകളായി ഈ കന്നക്കുട്ടിയുടെയും ഗോവിന്ദരാജിന്റെയും ഒക്കെ അച്ഛൻ അപ്പൂപ്പന്മാരായി ചെയ്തിരുന്ന ജോലിയാണ് ഈ വാറ്റ് ഈ വീടിന്റെ സമീപം വെച്ചത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് വ്യാജ വാറ്റ് നടത്തുക, അത് പ്ലാസ്റ്റിക് കവറുകളിലാക്കുക, പിന്നീട് ഇവിടെ വന്ന് ആളുകൾ അത് വാങ്ങിക്കൊണ്ടു പോവുക. ഈ കവറുകളിലാണ് വ്യാജ ചാരായം നിറച്ച് ഇവിടുത്തെ ആളുകൾക്ക് 50 രൂപ 60 രൂപ നിരക്കിൽ വിറ്റുകൊണ്ടിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ വാറ്റ് നടത്തിയിരുന്ന സ്ഥലവും ഇയാൾ ഇവിടെ വിൽപ്പന നടത്തിയിരുന്ന സ്ഥലവുമാണ്. ഈ കന്നക്കുട്ടിയും ഗോവിന്ദരാജും ഒക്കെ. ഏറ്റവും ആക്ഷേപകരമായ കാര്യം, ഇവിടുത്തെ കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ മാത്രം ദൂരമാണ് ഈ വ്യാജ വാറ്റ് നടന്ന സ്ഥലത്തിനുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതും പോലീസ് ഇവിടെ വരാറുണ്ട്, പരിശോധന നടത്താറുണ്ട്, മുൻപും ഇവിടെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് നടന്നു എന്നതൊഴിച്ചാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാറില്ല. അവർ തിരികെ ഇറങ്ങി വരാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ஜெனரேஷன் அவங்க வித்துட்டு தான் இருக்கிறாங்க. ஃபர்ஸ்ட் அவங்க அப்பா வித்தாங்க, இப்ப அவங்க விக்கிறாங்க. இது இன்னைக்கு நேத்து நடக்கல, இது வருஷ கணக்குல அவங்க வாங்கி வித்துக்கிட்டு தான் இருக்கிறாங்க. இவங்க வாங்கி குடிச்சிட்டு தான் இருக்கிறாங்க. இத வந்து போலீஸ்காரங்களும் பாக்குறாங்க, வந்து பாக்குறாங்க, அவங்க காசு வாங்குறாங்க, வாங்கிட்டு வந்த வழியா பார்த்துட்டு போயிடுறாங்க. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട് തടി കേടാക്കാത്ത റിപ്പോർട്ട് ചെയ്യണം എന്ന്. അത് പുള്ളി പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രഘുനന്ദൻ പറയുന്നു, സർക്കാർ ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യണമെന്നാണ് രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നത്. ഹോർട്ടികോർപ്പ് അത് ചെയ്യുന്നുണ്ട്, പക്ഷേ വ്യാപകമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് കൊച്ചിയിൽ സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതിയിലേക്ക് പോയ ഗവൺമെൻറ് പ്ലീഡറുടെ കാറിന് പിന്നിൽ ഹോൺ മുഴക്കി പേടിപ്പിച്ചു. അതിനാണ് നടപടി. ചിറ്റൂർ ചോറ്റാനിക്കര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസാണ് RTO സസ്പെൻഡ് ചെയ്തത്. കൊച്ചി നഗരത്തിൽ ഇന്ന് നിയമലംഘനം നടത്തിയ 50 ബസ്സുകൾക്കെതിരെ നടപടിയുണ്ടായി. ഭൂരിഭാഗം ബസ്സുകളിലും എയർ ഹോൺ സ്ഥാപിച്ചതായും കണ്ടെത്തി. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്ത, കൊച്ചി ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം തീപിടുത്തം നമ്മൾ മറന്നിട്ടില്ലല്ലോ. എന്നാൽ ഈ തീപിടുത്തത്തിൻ്റെ ആശങ്ക പൂർണ്ണമായി ഒഴിയുന്നു എന്ന രീതിയിൽ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ വരുന്നു. മാലിന്യ സംസ്കരണത്തിനായി കൊച്ചി കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്ന് കൊച്ചി ബ്യൂറോ ഒരു എക്സ്പ്ലെയിനിലൂടെ അവതരിപ്പിക്കും. അത് കേൾക്കുമ്പോൾ കൊച്ചിക്കാർക്ക് നേരിയ ആശ്വാസം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എറണാകുളത്തെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. കൊച്ചിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് സാർ. ശ്വാസം മുട്ടലുള്ളവർക്കൊക്കെ ഭയങ്കര, എനിക്ക് ശ്വാസം മുട്ടലുള്ള കണ്ണു നേരിട്ട് പാടില്ല. ഈ ചെയ്തു കൂട്ടിയതിനെ മനുഷ്യനിർമ്മിത ദുരന്തം എന്നല്ലാതെ മറ്റെന്തു പേരിട്ടാണ് സാർ വിളിക്കേണ്ടത്? 2007 മുതലാണ് ബ്രഹ്മപുരത്തിന്റെ അറുതിക്കഥ ആരംഭിക്കുന്നത്. അതിന്റെ ആക്കം കൂട്ടിയത് 2023 മാർച്ച് മാസം 8-ാം തീയതി ഉദിച്ചു പൊങ്ങിയ തീയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കൊച്ചിയുടെ ശ്വാസം നിലച്ച തീ. ജനങ്ങളുടെ മാത്രം ശ്വാസമല്ല അന്ന് മുട്ടിയത്. കൊച്ചി കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും ശ്വാസം ആകെ സ്തംഭിച്ച അവസ്ഥയായിരുന്നു അത്. ഒരു വശത്ത് ബ്രഹ്മപുരം ആളിക്കത്തുമ്പോൾ മറുവശത്ത് ജനകീയ പ്രതിഷേധവും ആളിക്കത്തി. നിരന്തരമായ ഇടപെടലിലൂടെ ഇപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റ് ശാപമോക്ഷം പ്രാപിക്കുകയാണ്. തീപിടുത്തത്തിന് ശേഷം 8.92 ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനുണ്ടായത്. അതിൽ 4.1 ലക്ഷം മെട്രിക് ടൺ മാലിന്യം സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിച്ചു. പ്രതിദിനം 3000 മെട്രിക് ടൺ മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ചൂട് കാലത്തും മഴക്കാലത്തും ഈ പ്ലാന്റുകൾ സജീവമാണ്. പ്രധാനമായും 3 പദ്ധതികളാണ് മാലിന്യ സംസ്കരണത്തിനായി കൊച്ചി കോർപ്പറേഷൻ അവലംബിച്ചത്. ഒന്ന്, ബയോ മൈനിങ് പ്രവർത്തനം.
തീപിടുത്തത്തിന് ശേഷം വിവാദമായ കമ്പനിയുമായി കൊച്ചി കോർപ്പറേഷൻ കരാർ പിൻവലിച്ചു. ഭൂമി എനർജി കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഫയർ, ലീഗൽ മെട്രോളജി എന്നിവരിൽ നിന്നെല്ലാം അനുമതി തേടി ജനുവരി 15 പ്രവൃത്തികൾ ആരംഭിച്ചു. ഏതാണ്ട് 50%, അതായത് 2.91 ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് ഈ പ്രവൃത്തിയിലൂടെ നീക്കം ചെയ്തത്. രണ്ടാമത്തേത് പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ച് ജൈവ മാലിന്യ സംസ്കരണമായിരുന്നു. അതിനായി BSF പ്ലാന്റുകൾ സ്ഥാപിച്ചു. മൂന്നാമത്തേത് BPCL പ്ലാന്റുകളായിരുന്നു. ജൈവ മാലിന്യങ്ങളെ കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന പദ്ധതിയായിരുന്നു അത്. ഈ 3 പദ്ധതികളിലൂടെ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ മാലിന്യങ്ങളും ഇപ്പോൾ നീക്കം ചെയ്ത അവസ്ഥയാണ്. ബ്രഹ്മപുരത്തിൻ്റെ മാറ്റം കൊച്ചിക്കാർക്ക് മാത്രമല്ല ആശ്വാസമാവുന്നത്, കേരളത്തിന് മുഴുവൻ ആശ്വാസമാണ്. നടക്കുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആശീർവദിക്കാം. VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. ശ്വാസം മുട്ടിയ നാളുകൾ മറക്കുന്നതിനൊപ്പം ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം വിജയം കണ്ടതിൽ സന്തോഷത്തിലാണ് കൊച്ചിയിലെ ജനങ്ങൾ. അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ പൂർണ്ണമായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള പേപ്പറിലും മറ്റുള്ള വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ ഇതേപോലുള്ള വരോ ഇല്ല എന്നുള്ളത് രണ്ടാമത് നമുക്കത് പറയാൻ സ്ഥിരപ്പെടുത്താൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ പല കാരണങ്ങളും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഉറപ്പ് പറയുമ്പോൾ ജനങ്ങൾക്കൊരു ധൈര്യമായി. അത്രേ ഉള്ളൂ. തെറ്റില്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ ഇല്ലാന്ന് അവർ ഉറപ്പ് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന നമുക്ക് ഉറപ്പ് പറയാനും പറ്റൂല. അവരിപ്പോൾ ഓരോ ഉദ്യോഗസ്ഥന്മാർ വരെയും കുഴപ്പമില്ല, ആനയാണ് ചേനയാണ് കുതിരയെന്നൊക്കെ പറയും. പക്ഷെ അതിന് തീ പിടിച്ചാൽ അവർ അപ്പോൾ അതിനുള്ള അടുത്തുള്ള മാർഗ്ഗങ്ങൾ വേറെ കൊണ്ടുവരും. ഉഷാറായിട്ട് നടക്കണ്ടല്ലോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ പ്ലാസ്റ്റിക് തിരിഞ്ഞ് വേറെ പാർസലായിട്ട് വണ്ടികൾ 3-4 നാഷണൽ പെർമിറ്റ് വണ്ടിയിലൊക്കെ പ്ലാസ്റ്റിക് തിരിഞ്ഞ് ഡെയിലി കയറ്റി വിടുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക്. നന്ദി രേഖപ്പെടുന്നത് അത് നല്ല കാര്യമല്ലേ. അതാകുമ്പോൾ ഇനിയൊരു തീപിടുത്തം ഉണ്ടാവാതിരിക്കട്ടെ, അതല്ലേ ശരി. ഓക്കെ, അത് ഏതായാലും സംഭവിക്കില്ല, ഇനിയും ഉണ്ടാവും. ഇനി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെ നമ്മുടെ തൃക്കാക്കരയിലും ഏത് നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 6 മാസം മുമ്പ് IMG ജംഗ്ഷനിൽ തീപിടുത്തം ഉണ്ടായി. അത് എല്ലാ വർഷവും ഉള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും, ബ്രഹ്മപുരത്തും ഉണ്ടാവും. അതെ, ബ്രഹ്മപുരം അത് നല്ല രീതിയിൽ ചെയ്യണില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ തീപിടുത്തം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കത്തിക്കണല്ലേ. കാരണം നിയമപരമായിട്ട് അതിൻ്റേതായ രീതിയിൽ കോർപ്പറേഷൻ ചെയ്യണില്ലാത്തതിൻ്റെ ഭാഗമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ജോയൽ ജോയിയുടെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നു. SKN കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ജവഹർ നാട്ടുതോട് റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. കൊല്ലം 11ആയി. പഞ്ചായത്ത് ഭാരവാഹികൾ മൗനം പാലിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതികരണ വേദിയെ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് KV നന്ദൻ പറയുന്നു, കേരളത്തിലുള്ളത്ര നദികൾ വേറെ എവിടെയെങ്കിലും ഉണ്ട്, പക്ഷേ എല്ലാ നദികളും നമ്മൾ മലിനമാക്കിയിട്ടിരിക്കുന്നു. ഒരുപക്ഷെ കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയും ഭാവി കാലത്ത്. ഇപ്പോഴൊരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ വാർത്ത വരുന്നു. ആത്മഹത്യാ ശ്രമം ചികിത്സയിലിരുന്ന യുവതി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് വളയം ചുഴലി സ്വദേശിനി ശ്രീലിമയാണ് മരിച്ചത്. 23 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. മരണം സംഭവിച്ചത് കുറ്റ്യാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെപ്പറ്റി വ്യാജൻ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിനടുത്ത് കാഞ്ചൻജംഗ എക്സ്പ്രസും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിച്ച് വലിയൊരു ദുരന്തമുണ്ടായത്. ദുരന്തത്തിന് മുമ്പുള്ള തുടർച്ചയായി 4 രാത്രികൾ ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഉറങ്ങിയിട്ടില്ല എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാര്യമായ പ്രചാരണം നടക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റിന് മതിയായ വിശ്രമം ലഭിച്ചിരുന്നില്ലേ? പോസ്റ്റിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ജൂൺ 17-ന് നടന്ന ദുരന്തത്തിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 12 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റും ദുരന്തത്തിൽ മരിച്ചു. അപകടത്തിന് ശേഷം ലോക്കോ പൈലറ്റിനെ കുറ്റപ്പെടുത്തി റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹ രംഗത്ത് വന്നിരുന്നു. അതിനൊപ്പം ലോക്കോ പൈലറ്റ് മതിയായ വിശ്രമമില്ലാതെയാണ് ട്രെയിൻ ഓടിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് അവകാശപ്പെടുന്നത്. ആവശ്യമായ തോതിൽ
റെയിൽവേയിൽ ജീവനക്കാരില്ലാത്തത് ജോലി സമ്മർദ്ദം ഉയർത്തുകയും അതുമൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്നും പ്രചരിക്കുന്നു. 2024 കണക്കുകളനുസരിച്ച് റെയിൽവേയിലെ 10 ലക്ഷത്തോളം പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വൈറലായ പോസ്റ്റിൽ അവകാശപ്പെടുന്ന പ്രധാന കാര്യം ജോലിഭാരം കൊണ്ട് ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് യാത്രയ്ക്ക് മുൻപ് മതിയായി ഉറങ്ങിയില്ല എന്നതാണ്. എന്നാൽ ഈ വസ്തുത തെറ്റാണ്. ജൂൺ 17 ഡ്യൂട്ടിക്ക് മുൻപ് ഏകദേശം 30 മണിക്കൂറോളം വിശ്രമിച്ചതിനു ശേഷമാണ് ലോക്കോ പൈലറ്റ് ജോലിയിൽ വീണ്ടും പ്രവേശിച്ചത്. തലേന്ന് രാത്രിയും ഡ്രൈവർ വിശ്രമിച്ചിരുന്നു. സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച യാത്ര ആരംഭിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ അപകടത്തിൽപ്പെട്ടത്. ഒഡീഷയിൽ നടന്ന ട്രെയിൻ ദുരന്തത്തിലും ജീവനക്കാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ റെയിൽവേ അധികൃതർ ശ്രമിച്ചിരുന്നു. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അനീഷ് പൂന്തോണിയുടെ യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് ഉപ്പും മുളകും യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുന്ന സമയം പറയണം. കഴിഞ്ഞ എപ്പിസോഡിലും സമയക്രമം പാലിച്ചില്ല, ഇനിയെങ്കിലും കൃത്യസമയക്രമം പാലിക്കണമെന്നാണ് പറയുന്നത്. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്കാണ് ഫ്ലവേഴ്സിൽ ഈ ഉപ്പും മുളകും സീസൺ 3 സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് അതേ രാത്രി തന്നെ ആ ദിവസത്തെ എപ്പിസോഡ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. എന്തായാലും നിങ്ങൾ കാത്തിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റന്നാൾ ഞായറാഴ്ചയാണ് നമ്മുടെ ഈ മലപ്പുറം പ്രേക്ഷക ജില്ലാ സമ്മേളനം. അവിടെ നമുക്ക് കാണണം, നമുക്ക് ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന പ്രചോദനമാകുന്ന വാർത്തകളിലേക്ക്. ബി പോസിറ്റീവ് ഓൾവേസ്. നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കൗതുക വാർത്തയായാലോ ഇനി? കറങ്ങുന്ന കാർ പോർച്ച്, മറഞ്ഞിരിക്കുന്ന ഡൈനിങ് ടേബിൾ എന്നിങ്ങനെ കണ്ണൂർ തലശ്ശേരിയിലെ അജയൻ്റെ വീട്ടിലെ ചില പരീക്ഷണങ്ങൾ നമ്മളെ വല്ലാതെ ആകർഷിക്കും. സാങ്കേതിക വിദ്യയുടെ നവീന സാധ്യതകൾ ഫലപ്രദമായി ഈ തലശ്ശേരിക്കാരൻ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പരീക്ഷണ വഴിയിലെ താരമാണ് അജയൻ തലശ്ശേരി. തലശ്ശേരി ഇല്ലത്തുതാഴെയുള്ള അജയേട്ടൻ്റെ വീട്ടിലാണ് എത്തി നിൽക്കുന്നത്. ഈ വീടിനും അജയേട്ടനും നിരവധി സവിശേഷതകളുണ്ട്. സ്ഥലപരിമിതി അടക്കമുള്ള വെല്ലുവിളികളെ ടെക്നോളജി ഉപയോഗിച്ച് മറികടക്കുക ലോകത്ത് ധാരാളം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന മേഖലയാണ്. ആ പരീക്ഷണ വഴിയിൽ നടന്ന് വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അജയേട്ടൻ്റെ വീട്ടിലെ ഒരു കാർ പോർച്ചാണ്. ഈ കാർ പോർച്ച് കറങ്ങും. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? എങ്ങനെയാണെന്ന് നോക്കിയാൽ ചേട്ടാ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് കറങ്ങി വരും. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 2 ഭാഗത്തും കറക്കാം. എത്ര വെയിറ്റ് വേണമെങ്കിലും കൊടുക്കാം. വലിയ കാറിനും വലിയ ബസ്സിനും എന്തിനു വേണമെങ്കിലും അതിന് കണക്കായിട്ട് പ്ലാറ്റ്ഫോം വലുതാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്താണ്, ടെക്നോളജി എന്നൊന്ന് പറയാം? ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിലൊരു മോട്ടോർ, ആ മോട്ടോർ ടയറിനെ കറക്കും. ടയറും നമ്മളെ ഈ കാറിൻ്റെ പ്ലാറ്റ്ഫോമും തമ്മിൽ അറ്റാച്ച്ഡ് ആണ്. മോട്ടോർ കറങ്ങുമ്പോൾ ടയർ കറങ്ങുന്നു, ടയർ കറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോം കറങ്ങുന്നു. സിമ്പിളാണ് സംഭവം. അജയേട്ടൻ്റെ വീടിനകത്തും ഇതുപോലെ നിരവധി പരീക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയല്ലോ ചേട്ടാ. ഞാനിപ്പോൾ ഈ വീട്ടിലെ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. പക്ഷെ നിൽക്കുന്നത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കുറച്ച് പ്രയാസമുണ്ടല്ലേ? ഇത് ഡൈനിങ് ഹാൾ മാത്രമല്ല, ഇത് ലിവിങ് റൂം കൂടിയാണ്. ഡൈനിങ് റൂമിൻ്റെ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്നാക്കിയത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലാക്കി. ഇത് നോക്കി, ഇത് ഈ കാണുന്ന നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ടൈലാണ്, ഒരു ഫ്രീ സ്പേസ് ആണ്. പക്ഷേ ഇത് മുകളിലേക്ക് പോകും. ഇതൊരു ഡൈനിങ് ടേബിളാണെന്ന് പറഞ്ഞ് നമുക്ക് എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയാലോ ചേട്ടാ? ഓക്കെ. ഡൈനിങ് ഹാളിൽ ഒളിച്ചിരുന്ന ആ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചെയ്ത സാധനമാണിത്, യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ്. ഇനി അടുത്ത കൗതുകത്തിലേക്ക് പോവുകയാണ്. അതായത് കാണുമ്പോൾ നമുക്കൊരു ഷെൽഫൊക്കെ ആയിട്ട് തോന്നും അല്ലേ? ശരിക്കും എന്താണ്? അലമാര കം വാഷ് ബേസിൻ. ചെറിയ കുട്ടികൾക്ക് ഓടിക്കളിക്കുന്ന സമയത്ത് തട്ടിപ്പോവുകയും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഹൈഡ് ചെയ്ത് വെച്ചു. അത് മാത്രമല്ല, പുറമേ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് വീട്ടിൽ കയറുമ്പോൾ തന്നെ വാഷ് ബേസിൻ കാണുന്ന ഒരു ഐശ്വര്യക്കേടാണ്. അതുകൂടി ഒഴിവാക്കാനാണ് ഇതിപ്പോൾ ഹൈഡായിട്ട് വെച്ചിരിക്കുന്നത്.
കേരള ഗവൺമെൻറ് അവാർഡ് കിട്ടി. അതിനുശേഷം അവർ വെബ്സൈറ്റിലിട്ട സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൾക്കാർ കണ്ടു, അവർ വിളിച്ചു, അവിടെയും കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് സ്പെഷ്യൽ അവാർഡാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ പലതും പരീക്ഷിച്ച് വിജയകരമായി അജയേട്ടൻ നടപ്പാക്കിയത് 2 പതിറ്റാണ്ട് മുൻപാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും. നമ്മൾ കണ്ടത് കൂടാതെ വാട്ടർ പ്യൂരിഫയർ, ഒപ്പം അടയ്ക്ക പൊളിക്കുന്ന യന്ത്രം, അങ്ങനെ പരീക്ഷണ വഴിയിൽ വലിയ വിജയങ്ങൾ നേടി മുന്നേറുകയാണ് അജയേട്ടൻ. തലശ്ശേരിയിൽ നിന്ന് മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24. എന്തായാലും അജയൻ ചേട്ടൻ ആസ് എ ലൈറ്റമാണ്, ഗംഭീരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ഈ പ്രതികരണ വേദിയുടെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി നാളെ രാത്രി 7 മണിക്ക്. ഇനി നമ്മൾ തമ്മിൽ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിലായിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ ആശംസിക്കുന്നു. ഒരല്പം മോശമായാലും കുഴപ്പമില്ല, രാത്രിയെ നന്നാക്കാം നമുക്ക്.